ഇന്ത്യയിൽ ആദ്യമായിട്ട് ദയാവധം അനുവദിച്ചിരിക്കുന്നു. ഇന്ന് മാർച്ച് 11 സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. 13 വർഷമായിട്ട് കോമയിൽ കഴിയുന്ന ഹരീഷ് റാണയ്ക്കാണ് കോടതി ദയാവധം അനുവദിച്ചിരിക്കുന്നത്. ഹരീഷിന് 19 വയസ്സുള്ളപ്പോൾ തന്റെ കോളേജ് ഹോസ്റ്റലിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴായിരുന്നു 2013. അന്ന് ഹരീഷ് മരിച്ചില്ല, പക്ഷെ ജീവിച്ചുമില്ല. 2026ലേക്ക് 13 വർഷത്തോളം കോമയിൽ. ഹരീഷിന്റെ കുടുംബം പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് പണം നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവരുടെ സമയം നഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ പോയെങ്കിലും ഫിസിക്കലി ഹരീഷ് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ അവന്റെ വേദന കൂട്ടുന്നേയുള്ളൂ. ഒരു മിറാക്കിൾ സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കുടുംബം കോടതിയുടെ സഹായം തേടിയിരുന്നു ദയാവധത്തിന്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നെതർലൻഡിലും കാനഡയിലും ഒക്കെ ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ലോ ഉണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ നിയമക്കുരുക്കുണ്ട്. 2018 ഈ നിഷ്ക്രിയ ദയാവധം എന്ന് പറയുന്നത് നിയമവിധേയമായെങ്കിലും ഇതിന് മെഡിക്കൽ ബോർഡുകളും മജിസ്ട്രേറ്റുകളും ഒക്കെയായിട്ട് മാസങ്ങളുടെ കാത്തിരിപ്പ് വേണമായിരുന്നു. പക്ഷെ ഹാരിഷിന്റെ കാര്യത്തിൽ വിധി ചരിത്രമാണ്. കൃത്രിമമായിട്ട് ഭക്ഷണം എത്തിക്കുന്ന ഈ ഫീഡിംഗ് ട്യൂബ് അത് പിൻവലിക്കുന്നത് കുറ്റകരമല്ലെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. പാസീവ് യൂത്തനേഷ്യ, അതായത് കൃത്രിമമായിട്ട് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറലായിട്ട് മരിക്കാനായിട്ട് അനുവദിക്കുക. ഇനി ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ ഹരീഷിന്റെ ചികിത്സകളൊക്കെ പതുക്കെ പിൻവലിക്കും. അവന് വേദന അറിയാത്ത രീതിയിലായിരിക്കും ഇത് ചെയ്യുക. ഒന്നാലോചിച്ച് നോക്കൂ, ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുന്ന നമുക്ക് മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടും കോടതിയിലെത്തണം.